ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ എഴുതിയ ആ ഒരു അവസാന ആഗ്രഹം അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് മേരി മജോറെ ആ ഒരു ദേവാലയത്തിലായിരിക്കണം തൻ്റെ സംസ്കാരം നടക്കേണ്ടത് എന്നത് മാർപ്പാപ്പ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം താൻ ഓരോ വിദേശയാത്ര തുടങ്ങുമ്പോഴും അത് അവസാനിപ്പിക്കുമ്പോഴും മേരി മജോറെ ബസിലിക്കയിൽ വെച്ചാണ് നടത്താറുള്ളത്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബസിലിക്കയാണ്, പരിശുദ്ധ അമ്മയുടെ ബസിലിക്കയാണ്. അതുകൊണ്ട് ആ അമ്മയുടെ മടിത്തട്ടിൽ തന്നെ എനിക്ക് അന്ത്യം ഉറങ്ങണം എന്നൊരാഗ്രഹം പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. ഇത് 2022 ജൂൺ 29 അദ്ദേഹം സാന്താ മാർട്ടയിൽ വെച്ച് എഴുതിയ തൻ്റെ മരണക്കുറിപ്പാണ്. അവസാന ഇതാണ്. ഇതിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ 2 ചാപ്പലുകളുണ്ട്. ഒന്ന് പൗളിൻ ചാപ്പലിലും അതുപോലെ തന്നെ സ്ഫോർസ ചാപ്പലിലും. ഈ ചാപ്പലിന് ഇടയിലുള്ള ഇടനാഴിയിലെ ശ്മശാന സ്ഥലത്ത് വേണം തന്നെ അടക്കം ചെയ്യുവാനെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ശവകുടീരം എന്ന് പറയുന്നത് അത് നിലത്തായിരിക്കണം, ലളിതമായി പ്രത്യേക അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫ്രാൻസിസ്കസ് എന്ന് മാത്രമേ അതിൽ എഴുതാൻ പാടുള്ളൂ എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം എഴുതി. ആ ലിഖിതം മാത്രം അതിൽ ഉൾക്കൊള്ളാവൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശവസംസ്കാരത്തിന് ഒരുക്കുന്നതിനുള്ള ചെലവ് അദ്ദേഹം ആരെങ്കിലും നിന്ന് സംഭാവനയായി വാങ്ങണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയെക്കുറിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ബിഷപ്പും അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മേരി മജോറെ ബസിലിക്കയിൽ തൻ്റെ സംസ്കാരം നടത്തണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. 2022 ജൂൺ 29 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്പിരിച്വൽ ടെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്, അത് ആത്മീയ സാക്ഷ്യപത്രം അത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ശുശ്രൂഷകൾ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും എല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെ ആയിരിക്കുമോ ഇനിയുള്ള ശുശ്രൂഷകളെല്ലാം നടത്തുക? അതായത് വളരെ ലളിതമായി ഒരു സാധാരണ വ്യക്തിയെ പോലെയുള്ളൊരു സംസ്കാരമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് തന്നെയുള്ളൊരു സംസ്കാര ശുശ്രൂഷ നൽകുമോ എന്ന് നമുക്കിനി കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.